നമസ്കാരം. തുടർച്ചയായി 9 സസ്പെൻഷനുകൾ വാങ്ങി ഏതാണ്ട് 2 വർഷമായി പുറത്തു നിൽക്കുന്ന യുവ IAS-കാരൻ എൻ പ്രശാന്തിനെയും തെരഞ്ഞെടുപ്പിന് ശേഷം വാശി തീർക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്ത മുതിർന്ന IAS-കാരനായ ബി അശോകിനെയും തിരിച്ചെടുത്തതായി ഇന്നലെ രാത്രി മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കാരണം രണ്ടുപേർക്കും സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ചതായി ഉത്തരവ് ലഭിച്ചിട്ടില്ല. ഞാൻ അന്വേഷിച്ചതനുസരിച്ച് അങ്ങനെ ഒരു ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ കേൾക്കുന്ന വാർത്ത വ്യാജമല്ല. മിനിഞ്ഞാന്ന് വൈകുന്നേരം രണ്ടുപേരുടെയും സസ്പെൻഷൻ ഓർഡർ റദ്ദ് ചെയ്ത് തിരിച്ചെടുക്കാനുള്ള നോട്ട് ഒപ്പിട്ട് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. ചീഫ് സെക്രട്ടറിയാണ് അത് ഫയലാക്കി ഉത്തരവാക്കി പുറത്തിറക്കേണ്ടത്. ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. നാളെ വൈകുന്നേരമോ മറ്റന്നാളോ അത് പുറത്തിറങ്ങും എന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിൻ്റെ ഭാഗമായി നാളെ സിവിൽ സർവീസ് ബോർഡ് കൂടുന്നുണ്ട്. സിവിൽ സർവീസ് ബോർഡ് എന്നത് ഏറ്റവും മുതിർന്ന 3 ഉദ്യോഗസ്ഥന്മാർ, ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഒപ്പം പൊതുമരാമത്ത് സെക്രട്ടറി ബിജുവും അടങ്ങുന്ന 3 പേർ നാളെ സിവിൽ സർവീസ് ബോർഡ് കൂടുകയാണ്. ഈ സിവിൽ സർവീസ് ബോർഡിന് മുമ്പിലെത്താൻ ബി അശോകിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ എൻ പ്രശാന്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ 2 വർഷത്തിൽ താഴെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ സ്ഥലം മാറ്റുന്നതിന് മുൻപ് അയാളുടെ അനുമതി കൂടി വാങ്ങേണ്ടതുള്ളത് കൊണ്ടാണ് സിവിൽ സർവീസ് ബോർഡ് ചിലരെ വിളിപ്പിക്കുന്നത്. നാളത്തെ സിവിൽ സർവീസ് ബോർഡിലേക്ക് അശോകിനെ വിളിക്കാൻ കാരണം അശോകിന് പുതിയ നിയമനം കൊടുത്തിട്ട് ഏതാണ്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനുശേഷമാണ് സസ്പെൻഷൻ ആയത്. അതുകൊണ്ട് തന്നെ അശോകിന്റെ ഭാഗം കേട്ടിട്ട് മാത്രമേ തീരുമാനം നടപ്പിലാക്കാൻ കഴിയൂ. ഇതിനുശേഷം നാളെ വൈകുന്നേരം തന്നെ പ്രശാന്തിനെയും അശോകിനെയും തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങുമെന്നും ഉത്തരവിറങ്ങുമ്പോൾ തന്നെ അവരുടെ പുതിയ പോസ്റ്റിംഗ് ഉണ്ടാവുമെന്നുമാണ് റിപ്പോർട്ടുകൾ. അവരുടെ മാത്രമല്ല, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ അഴിച്ചുപണി നാളെ ഉണ്ടായേക്കും. നിലവിൽ പിണറായി വിജയൻ നിയമിച്ച സെക്രട്ടറിമാർ തന്നെയാണ് തുടരുന്നത്. അവർക്ക് ഏതു നിമിഷവും സ്ഥാനം തെറിക്കും എന്നതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ മെല്ലെ പോകുന്നതിന് പ്രധാന കാരണം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഏതു നിമിഷവും സ്ഥാനചലനം സംഭവിക്കും എന്ന് വിശ്വസിച്ച് തുടരുന്നത് കൊണ്ടാണ്. നേഴ്സുമാരുടെ സമരം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽ സെക്രട്ടറി ഷാനവാസിനെ കാണാൻ ഞങ്ങളൊരു ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് പദവിയിൽ തുടരും എന്ന് ഉറപ്പായിട്ട് പോരെ ചർച്ചയെന്നാണ്. ഇങ്ങനെയായിരുന്നു ഇതുവരെ. അതിന് നാളെ പരിഹാരമുണ്ടാകുമെന്ന് കണക്കാക്കുന്നു. അശോകിന്റെയും പ്രശാന്തിന്റെയും സസ്പെൻഷൻ പരമാവധി നീട്ടിക്കൊണ്ടുപോവാൻ ചീഫ് സെക്രട്ടറി ജയതിലക് ശ്രമിച്ചതാണ്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് താൻ 1 മാസം കൂടി കഴിയുമ്പോൾ റിട്ടയർ ചെയ്യുകയാണ്, അതുവരെ അവരെ പുറത്തു നിർത്താമോ എന്ന് കെഞ്ചി ചോദിച്ചതാണ്. ആദ്യം തന്നെ മുഖ്യമന്ത്രി ഇവരെ തിരിച്ചെടുക്കാൻ പറഞ്ഞിരുന്നു. മന്ത്രിസഭയിൽ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, താൻ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി മനഃപൂർവ്വം വൈകിപ്പിച്ചതിനെ തുടർന്ന് മിനിഞ്ഞാന്ന് രാത്രിയിൽ ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തി ശാസിക്കുകയും തിരിച്ചെടുക്കാൻ ഔദ്യോഗിക നോട്ട് കൊടുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ വാർത്ത പുറത്തു വന്നതും നാളെ അവർ സർവീസിലേക്ക് തിരിച്ചു വരുന്നതും. മുഖ്യമന്ത്രി VD സതീശൻ അധികാരമേറ്റതിനു ശേഷം കേട്ട ഏറ്റവും വലിയ വിമർശനം ഈ 2 ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കാൻ വൈകുന്നതിലായിരുന്നു. മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലോ അല്ലാതെയോ ഈ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു ഈ 2 പേരെയും ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. അവരെ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടാൽ അന്ന് തന്നെ തിരിച്ചെടുക്കണമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വൈകിപ്പിക്കുന്നത് തുടർന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ടതും ഒടുവിൽ തീരുമാനമാകുന്നതും. പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ, ധൂർത്തിനെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ KM എബ്രാഹിം എന്ന ഒരു വമ്പൻ ശക്തി സെക്രട്ടേറിയറ്റ് പുറത്ത് സൂപ്പർ ചീഫ് സെക്രട്ടറിയായി ഭരിക്കുന്നതിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു പോലും ഈ അഴിമതി സംവിധാനം തുടരാൻ നേതൃത്വം കൊടുത്ത ചീഫ് സെക്രട്ടറിയെ വിമർശിച്ചതിന്റെ പേരിലാണ് 2 പേരും പുറത്തു പോകുന്നത്. പ്രശാന്ത് തുടർച്ചയായി 2 വർഷത്തോളം പുറത്തായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ അഭിമുഖങ്ങളുടെ പേരിലാണ് അശോക് പുറത്താവുന്നത്. പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടികൾ പ്രശാന്ത് കോടതിയിൽ പോവാതെ, ട്രിബ്യൂണലിൽ പോവാതെ ആസ്വദിച്ചത് കൊണ്ടാണ് ഇത്രയും കാലം നീണ്ടത്. അശോക് ആവട്ടെ ഓരോ അച്ചടക്ക നടപടിക്കെതിരെയും അപ്പോൾ തന്നെ ട്രിബ്യൂണലിൽ പോയി സർക്കാരിനെ പ്രതിരോധിച്ച് തുടരുകയായിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ചീഫ് സെക്രട്ടറി സ്വന്തം ഇഷ്ടപ്രകാരം അശോകിനെ പുറത്താക്കുന്നത്. ഈ 2 പേരും സർവീസിലേക്ക് തിരിച്ചു വരുമ്പോൾ VD സതീശന് മുമ്പിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുണ്ട്. ഇതുവരെ കൂട്ടിലടച്ചിരുന്ന 2 സിംഹങ്ങളാണ് ഇപ്പോൾ കൂടിന് പുറത്തേക്ക് വന്ന് പൊതുജന സേവനത്തിന് തയ്യാറാവുന്നത്.
എന്ന് വെച്ചാൽ അഴിമതിയോട് ലവലേശം സന്ധി ചെയ്യാതെ കാര്യക്ഷമതയുടെ ഉദാത്ത മാതൃകകളായി നാടിനെ സേവിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന അല്പം പോലും കൂസല് ആരോടുമില്ലാത്ത രണ്ട് മനുഷ്യ ജന്മങ്ങളാണ് അവർ. 24 മണിക്കൂറും പണിയെടുക്കാൻ അവർ തയ്യാറാണ്. പ്രതിഫലം അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് പറ്റിയ പണി കൊടുക്കണമെന്ന് മാത്രം. അതിന് തയ്യാറാകുമോ വി ഡി സതീശൻ എന്ന് മാത്രമാണ് അറിയേണ്ടത്. വി ഡി സതീശനുമായി ബന്ധമുള്ള ചിലരൊക്കെ പറയുന്നത് ഇവർ കയ്യിൽ ഒതുങ്ങില്ല, അതുകൊണ്ട് അവർ അവിടെ നിൽക്കട്ടെ എന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു എന്നാണ്. അങ്ങനെ വി ഡി സതീശൻ പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ 1 മാസം കൂടി സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഇവരുടെ നിയമനം വൈകിപ്പിക്കാമായിരുന്നു. എന്തായാലും ഇവർ സർവീസിലേക്ക് തിരിച്ചു വരുമ്പോൾ കേരള സിവിൽ സർവീസിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഇവരെ പരിഗണിക്കുക തന്നെ ചെയ്യും എന്ന് കരുതാം. ഇവർക്ക് 2 പേർക്കും അർഹതയുള്ള പല പ്രൊമോഷനും തടഞ്ഞു വെച്ചിരിക്കുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ബി അശോക് ഇതിനു മുൻപ് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവേണ്ടതാണ്. ഇപ്പോഴും സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിൽ നിൽക്കുന്ന പ്രശാന്ത് മുൻപ് തന്നെ സെക്രട്ടറി ആവേണ്ടതാണ്. ആഭ്യന്തരം, ധനകാര്യം, പൊതുഭരണം, ഈ 3 വകുപ്പുകളാണ് സർക്കാരിന്റെ അന്തസ്സിനെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും. ഈ 3 വകുപ്പുകൾ കാര്യക്ഷമമാണെങ്കിൽ മാത്രമേ ഭരണം മുമ്പോട്ട് പോകൂ. ഇപ്പോൾ ഈ 3 വകുപ്പുകളുടെയും ചുമതല പിണറായിസ്റ്റ് അവശിഷ്ടങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇവരാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 2 മാസത്തോളം കേരളത്തിന്റെ ഭരണം സ്തംഭിപ്പിച്ചത്. അവരെ ആ പ്രധാനപ്പെട്ട തസ്തികയിൽ നിന്ന് മാറ്റുക, ആ തസ്തികകളിലേക്ക് കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചീഫ് സെക്രട്ടറി റാങ്കിലേക്ക് പിണറായിസ്റ്റ് ഭരണത്തിന്റെ അവശിഷ്ടം പേറുന്ന ഇപ്പോഴത്തെ ആഭ്യന്തര സെക്രട്ടറിയെ നിയോഗിക്കാൻ ആലോചനകൾ ശക്തമാണ്. അത് അപകടം ചെയ്യും. വാസ്തവത്തിൽ ആ തസ്തികയിലേക്ക് കൊണ്ടുവരേണ്ടത് കെ.ആർ. ജ്യോതിലാലിനെ പോലെ സീനിയോറിറ്റി ഉള്ള അച്ചടക്കമുള്ള ഉദ്യോഗസ്ഥരെയാണ്. ഇത്തരത്തിൽ ശക്തമായ അഴിച്ചുപണി നടത്തുകയും ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വപ്നം കാണുന്നത് പോലെ ഈ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. വി ഡി സതീശന്റെ പ്രസംഗങ്ങളും ആശയങ്ങളും ഒക്കെ ജനപ്രിയമാണ്. സതീശൻ എന്തു പറഞ്ഞാലും ജനങ്ങൾ കൈയടിച്ചു സ്വീകരിക്കുന്നു. എന്നാൽ ഇത് കൃത്യമായി നടപ്പിലാവണമെങ്കിൽ, നാട് നന്നാവണമെങ്കിൽ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരുണ്ടാവണം. ഇവരുടെ നിയമനം ബോധപൂർവം വൈകിപ്പിച്ച ചീഫ് സെക്രട്ടറിയുടെ അഴിമതി, കിഫ്ബിയിൽ നടന്ന കൊള്ളകൾ ഇവയൊക്കെ അന്വേഷിച്ച് നീതി കൊടുക്കണമെങ്കിൽ, പിണറായി ദുർഭരണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം വേണം. അത്തരമൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ഭയന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് പിണറായി ഒഴിയുന്നതിന് മുൻപ് തന്നെ, പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ തന്റെ പെൻഷൻ പേപ്പറൊക്കെ ശരിയാക്കി വെച്ചത്. അങ്ങനെ ഈ വൃത്തികേടുകളും പകയുമെല്ലാം ചെയ്തു തീർത്ത് പൊടിയും തട്ടി ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത്. ചീഫ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അയാൾ ഈ പിണറായി ഭരണകാലത്തെ ജനദ്രോഹ നടപടികൾ ചെയ്തതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. പെൻഷൻ വാങ്ങി വീട്ടിൽ പോയി ഇരിക്കട്ടെ എന്ന് കരുതുന്നത് ജനം നൽകിയ അസാധാരണമായ വിജയത്തിന്റെ സ്പിരിറ്റിനെ കെടുത്തുന്നതായിരിക്കും. കഴിഞ്ഞ 10 വർഷം നടന്ന മുഴുവൻ കൊള്ളയുടെയും മുഖ്യ കവചം കിഫ്ബി ആയിരുന്നു. ആ കിഫ്ബിയെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ കിഫ്ബിയിൽ ഡോക്ടർ കെ.എം. എബ്രാഹിം നടത്തിയ വൃത്തികേടുകൾ, അഴിമതികൾ, തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ കിഫ്ബിയുടെ 20% ഫണ്ടും കണ്ണൂരിലേക്ക് ചെലവഴിച്ച് ദാസിപ്പണി ചെയ്തതിന്റെ സ്വജനപക്ഷപാതം പുറത്തു കൊണ്ടുവരണമെങ്കിൽ അടിയന്തരമായി നടപടികൾ വേണം. അതുകൊണ്ട് 2 ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അവർ സിംഹക്കുട്ടികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ വേണ്ടതുപോലെ അക്കമഡേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വി ഡി സതീശന്റെ പോരാട്ടത്തെ ഊർജ്ജസ്വലമാക്കാൻ വൈകരുത്. അവരെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നത് തന്നെയാണ് നിർണായകമായത്. സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് അവരെ അപ്രധാനമായ തസ്തികകളിലേക്ക് വിട്ടാൽ അതിന്റെ ക്ഷീണം അനുഭവിക്കാൻ പോകുന്നത് വി ഡി സതീശൻ സർക്കാർ തന്നെയാവും. അവസാന നിമിഷം വരെ സുപ്രധാന പദവികളിൽ ഇവരെത്താതിരിക്കാൻ ഇവരെ നിയമിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ശ്രമിക്കും എന്ന് സർക്കാർ തിരിച്ചറിയണം. ഇച്ഛാശക്തിയോട് മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയില്ലാതെ ആവശ്യപ്പെട്ടാൽ മാത്രമേ മുഖ്യമന്ത്രി നനച്ചത് നടക്കൂ, സർക്കാർ ആഗ്രഹിക്കുന്നത് നടക്കൂ. അല്ലെങ്കിൽ പേരിന് വേണ്ടിയുള്ള അച്ചടക്ക നടപടി പിൻവലിക്കലും അതിന്റെ തുടർച്ചയായുള്ള നൂലാമാലകളുമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. അത് നഷ്ടമുണ്ടാക്കുന്നത് പുതിയ ഒരു കേരളം സൃഷ്ടിക്കാനുള്ള വി ഡി സതീശന്റെ സ്വപ്നങ്ങൾക്കായിരിക്കും.